ശിരോവസ്ത്ര വിലക്കിന് പിന്നാലെ പള്ളുരുത്തി സെന്റ് റീത്താസിലെ 2 കുട്ടികൾ കൂടി സ്കൂൾ വിടാനൊരുങ്ങുന്നു. രക്ഷിതാക്കൾ ടി.സിക്ക് അപേക്ഷിച്ചു. ഹിജാബ് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുന്നുവെന്ന സ്കൂൾ അധികൃതരുടെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നുവെന്ന് വിദ്യാർത്ഥിയുടെ മാതാവ് ജസ്ന പറഞ്ഞു. സ്കൂൾ അധികൃതരുടേത് വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്ന നിലപാടെന്നും മാതാവ് പറഞ്ഞു. ഹിജാബ് വിവാദത്തെ തുടർന്ന് ഇപ്പോൾ 2 കുട്ടികൾ കൂടെ സെന്റ് റീത്താസ് സ്കൂൾ വിടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ടി.സി വാങ്ങാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഫോമുകളെല്ലാം തന്നെ ഫില്ല് ചെയ്ത് നൽകിയിരിക്കുന്നു. രക്ഷിതാക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സിയൊക്കെ നടക്കുന്നത് അറിയാലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ എൻ്റെ മക്കൾ ഇതുപോലത്തെ ഒരു സാഹചര്യമുള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു പെൺകുട്ടി തട്ടമിട്ട് വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം ആ കുട്ടിക്ക് മറ്റുള്ള കുട്ടികളിൽ ഒരു ഭയം ജനിപ്പിക്കും എന്നുള്ളൊരു പ്രസ്താവന, ആ ഒരു പ്രസ്താവനമേലാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഞങ്ങൾ ഈ സാമൂഹികപരമായിട്ടും മതപരമായിട്ടും ഒക്കെ മറ്റുള്ള ആൾക്കാരോട് എല്ലാ തരത്തിലും മതപരമായിട്ടുള്ള ആൾക്കാരോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരാണ്. അപ്പം നമുക്ക് ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല. അപ്പം നമ്മൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു പ്രിൻസിപ്പളും പി ടി എ പ്രസിഡൻറ്റും ഒക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ. ആ ഒരു ഭയമാണ് നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത്. പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഹിജാബ് ധരിക്കുമ്പോൾ നാളെ എൻ്റെ മക്കൾ എന്നോട് തിരിഞ്ഞ് ചോദിക്കും, ഉമ്മി എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല. ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്ന് മുതൽ ഹിജാബ് ധരിപ്പിച്ച് വിടണം എന്നുള്ളതല്ല. അവർ എന്നാണോ ഇതിൻ്റെ മേന്മ മനസ്സിലാക്കുന്നത് അവരെന്നോട് അത് ആവശ്യപ്പെടുമ്പോൾ, അവർ മുതിരുമ്പോൾ അതിനാവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇപ്പോൾ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ തന്നെയാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്ററാണ്, അതായത് കന്യാസ്ത്രീയാണ്. അതായത് ഈ സെന്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ്. അപ്പോൾ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലത്തെ ഒരു സംസാരമായിരുന്നു. എന്നോട് പറഞ്ഞത്, മോളെ നമുക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല. ഞങ്ങളെല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല, കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാമെന്നാണ് പറഞ്ഞത്. വ്യാഴാഴ്ച പോയിട്ട് അഡ്മിഷനെ കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടി.സി മേടിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഈ മേഡത്തിൽ നിന്നുണ്ടായ ഒരു സമീപനം നമുക്ക് വളരെ ഇൻഫ്ലുവൻസ് ആയി. ശരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അതിനൊതുങ്ങുന്ന തരത്തിൽ അതേ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ തന്നെ നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. ആ മിസ് എല്ലാ പിന്തുണയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. സെന്റ് റീത്താസ് സ്കൂൾ പഠിക്കുന്ന 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ രക്ഷിതാക്കൾ സ്കൂൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ പി.ടി.എ പ്രസിഡന്റും എടുത്തിരിക്കുന്ന ആ ഒരു ഹിജാബ് ധരിച്ചാൽ ഭയപ്പെടുന്നു എന്നുള്ള ഒരു തീരുമാനം ഭാവിയിൽ നമ്മുടെ കുട്ടികളെ കൂടി ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രക്ഷിതാക്കളും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കാരണം. ക്യാമറാമാൻ സഞ്ജു പുറ്റമലിനൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി. വിവരങ്ങളുമായി മൂസനാസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. മൂസനായി, ശിരോവസ്ത്രത്തിന്റെ കാര്യത്തിൽ സെന്റ് റീത്താസ് സ്കൂൾ മാനേജ്മെന്റ് എടുത്ത നിലപാട്, അവരുടെ മനോഭാവം അതാണോ ഇപ്പോൾ രക്ഷിതാക്കളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്? ദിവ്യ, അത് തന്നെയാണ് കാരണമായി രക്ഷിതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് എന്നൊരു പ്രസ്താവനയാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ പ്രതികരണമായി ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. ഇത് വളരെ അധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രസ്താവന തങ്ങളുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതാണ്. മറ്റ് മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കടുത്ത വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നതിനാലാണ് അത്തരത്തിൽ സ്കൂൾ അധികൃതർ ഇത്തരത്തിൽ അവിടെയുള്ള ഒരു വിദ്യാർത്ഥിയോട് തന്നെ ഈ രീതിയിൽ പെരുമാറിയത് എന്നുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഈ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്തരം മാനസികാവസ്ഥയിൽ അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും ഇടയിൽ എന്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാവില്ല എന്നൊരു തീരുമാനത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ ടി.സി വേണമെന്ന് ആവശ്യപ്പെട്ട് അവർ സ്കൂളിനെ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ ടി.സി നൽകിയിട്ടില്ല സ്കൂൾ അധികൃതർ. ടി.സി വാങ്ങാൻ മറ്റൊരു ദിവസം വരാൻ വേണ്ടിയാണ് സ്കൂൾ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും നിലവിൽ അവിടെ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കില്ല എന്നുള്ള, തുടരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല
ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഒരു സ്കൂളിൽ, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ ഈ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകാൻ മറ്റൊരു സ്കൂൾ അധികൃതർ തയ്യാറായിട്ടുണ്ട്. ഈ കുട്ടിയുടെ എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കുന്ന തരത്തിൽ ഒരു തരത്തിലും പ്രയാസം ഉണ്ടാകില്ല എന്ന ഉറപ്പിന്റെ പുറത്താണ് ആ ഒരു സ്കൂൾ, അതായത് അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിൽ കുട്ടികളെ മാറ്റി ചേർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഉടൻ തന്നെ TC ലഭിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്കൂൾ അധികൃതരുടെ പരസ്യമായിട്ടുള്ള ഇത്തരം പ്രതികരണം, പ്രത്യേകിച്ച് ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന ആ ഒരു പ്രസ്താവനയിലാണ് ഏറെ ഈ കുടുംബത്തിന് പ്രയാസം തോന്നിയിരിക്കുന്നത്. സ്വാഭാവികമായും തങ്ങളുടെ കുട്ടികൾ പഠിക്കേണ്ടത് അവിടെയാണ്. നിലവിൽ ഈ കുട്ടികൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന ചെറിയ കുട്ടികളാണ്. പക്ഷേ ഇത്തരം മനോഭാവമുള്ള ഒരു ആളുകളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായ കുഞ്ഞുങ്ങളുടെ ഭാവി, അതുപോലെ തന്നെ മറ്റ് മതങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കേണ്ട, അത്തരത്തിൽ അപമാനത്തോടെ പെരുമാറേണ്ട, ആ മാതൃക കാണിക്കേണ്ട ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിരിക്കുന്ന ആ സ്കൂളിൽ ഇനി തങ്ങളുടെ കുട്ടികൾ ചേർന്ന് പഠിക്കേണ്ട എന്നൊരു തീരുമാനത്തിന് പുറത്താണ് ഇവർ TCക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. ദിവ്യ.